ബാലഭാസ്കറിന്റെ അച്ഛൻ, വയലിനിസ്റ്റ് മരിച്ചുപോയ ബാലഭാസ്കറിന്റെ അച്ഛൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ശബ്ദ സംപ്രേഷണത്തിലേക്ക്. ഇല്ല, മരണശേഷം ഉണ്ടായി. കാരണം ഇവനെ ATM കവർച്ചയില് പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ അന്വേഷിച്ചു ഇവനെ ആരാണ് എന്താണ്. അപ്പൊ ഈ ATM കവർച്ചയിൽ ഇവൻ കൂട്ടുനിന്നു, കവർന്നു. അതിനുശേഷം ഒരു വീട് കുത്തിപ്പൊളിച്ച് അതിനകത്ത് എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി എന്നറിഞ്ഞു. ഇതൊക്കെ തന്നെ അവരാള് ക്രിമിനലാണെന്ന് അവിടെയുള്ള പലരും പറഞ്ഞു. ഈ അർജുനൻ പലതരത്തിലും അപ്പൊ എന്തൊക്കെയാണ് അവൻ ചെയ്തിട്ടുള്ളതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വേറെ നമ്മളെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഒന്നും അല്ലല്ലോ. അതിനെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവറും ഇല്ല. നമ്മൾ ഈ അന്വേഷിച്ച് അറിയണ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒതന്റിക് അല്ലല്ലോ ഒന്നും. അതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ എന്റെ ഇല്ല. നേരത്തെ അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ അർജുൻ എങ്ങനെയാണ് ബാലഭാസ്കറിന്റെ കൂടെ എത്തുന്നതെന്ന് പറഞ്ഞ അവൻ ഈ ഇവന് പൂന്തോട്ടം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആയുർവേദ ആശുപത്രി ചെർപ്പളശ്ശേരിയിലുണ്ട്. അവിടുത്തെ ഡോക്ടർ രവീന്ദ്രന്റെ അനന്തരവനാണ് ഈ അർജുനൻ എന്ന് പറയുന്നത്. അനന്തരവൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മകൻ. അപ്പൊ ഇവൻ അവിടെ ചികിത്സക്കൊക്കെ പോയി അവരോട്ടൊക്കെ കമ്പനിയായി. അങ്ങനെയാണ് ഇവൻ ബാലുവിന്റെ അടുത്ത് എത്തിയതെന്നാണ് പറയണേ. അത് കഴിഞ്ഞ് വിഷ്ണു എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റുകാരനുണ്ടല്ലോ, ഈ അവിടുത്തെ അവരുടെ എംപ്ലോയി ആയിരുന്നു കുറെ കാലം. അങ്ങനെയൊക്കെ ഇപ്പൊ ഏതായാലും അറസ്റ്റിലാണെന്ന് പറയണം. അത് ഈ പറഞ്ഞു കേട്ട അറിവല്ലേ ഉള്ളൂ നമുക്ക്. ഇപ്പൊ നിങ്ങളുടെ മീഡിയ വഴിയുള്ള റിപ്പോർട്ട് മാത്രമേ നമുക്ക് അറിഞ്ഞൂടൂ. അതിന് തെളിവൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ അറസ്റ്റിലാണോ ഇല്ല എന്നൊന്നും. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള തെളിവ് കിട്ടിയിട്ടുണ്ട്, ഇയാളിങ്ങനെ സ്വർണ്ണക്കടത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് CBI-യോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനൊക്കെ ആവശ്യപ്പെടാൻ കഴിയില്ല? ചെയ്യണം. അത് വക്കീലൊക്കെ ആലോചിച്ച് ചെയ്യും. അവർ അവരന്വേഷിക്കില്ല എന്നുള്ളത് വേറെ കാര്യം. അതിനുള്ള കടലാസ് കൊടുക്കും. CBI-യുടെ രണ്ടാമത്തെ അന്വേഷണ റിപ്പോർട്ട് കോടതി കൊടുത്തിരിക്കുകയാണല്ലോ, അത് നിങ്ങൾക്ക് ലഭ്യമായില്ല? ഇല്ല, നമുക്ക് കിട്ടിയില്ല, മുഴുവൻ കിട്ടിയിട്ടില്ല. കുറച്ച് ഒരു പാർട്ടേ കിട്ടിയിട്ടുള്ളൂ എന്ന് വക്കീൽ പറഞ്ഞു. രണ്ടാമത്തെ അന്വേഷണത്തിലും അവർ പറയുന്നത് ഇതൊരു അപകടം തന്നെയാണെന്നാണോ? അത് തന്നെ, പഴയതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. ആർക്കും താല്പര്യമില്ല എന്നതിലൊന്നും. ഇല്ല, പരിഗണിച്ചുകൊണ്ടിരിക്കണോ അതൊന്നും പറഞ്ഞ് റിപ്പോർട്ട് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കോടതി. ഇല്ലാന്ന് പറയണോ? എനിക്കെന്ത് പറയാൻ പറ്റും? പക്ഷെ ഉണ്ടെന്നുള്ള ഉറപ്പാ നമ്മൾ വിശ്വസിക്കുന്നു. മനസ്സ് പറയണോ ഉണ്ടെന്ന്. അച്ഛൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് ബാലുവിനെ അവരിങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം എന്താണെന്നാണ് ഇതുവരെയുള്ള ഒരു ഇതിൽ കാരണം? അവർക്ക് ഒരാളെ മറ്റേ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ ബാലഭാസ്കറിന്റെ CBI-ക്കെതിരെയാണ് ബാലഭാസ്കറിന്റെ പിതാവ് KC ഉണ്ണി സംസാരിക്കുന്നത്. ബാലഭാസ്കറിനെ കൊന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈ പുതിയ സംഭവ വികാസങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ വിഷയം അത് ബാലഭാസ്കറിന്റെ അച്ഛൻ ഗൗരവമായി എടുത്തിരിക്കുന്നു. താൻ നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാണ് പറയുന്നത്. അതായത് ബാലഭാസ്കറിനെ അന്ന് തന്നെ ഈ ചില അപകടപ്പെടുത്താണ് എന്ന വളരെ കൃത്യമായ ആരോപണം അച്ഛൻ ഉന്നയിക്കുകയും കോടതിയെ സമീപിക്കുകയും CBI അന്വേഷണം അടക്കം വേണമെന്ന ആവശ്യം വിശദമായി തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്ത ആളാണ് ശ്രീ KC ഉണ്ണി. ഇപ്പോൾ ഈ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ ആരോപണം ഒന്നുകൂടി കടുപ്പിക്കുകയാണ് അദ്ദേഹം എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ പുറത്തുവരുന്ന തെളിവുകൾ അർജുനെതിരെയാണ്. അർജുൻ എന്നത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. നേരത്തെയും ATM കവർച്ചയിലും മറ്റും അർജുൻ ഭാഗഭാക്കായിരുന്നു, അതിൽ പ്രതിയായിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. CBI-യെ നിയമപരമായ വിവരങ്ങൾ ധരിപ്പിക്കും എന്ന് പറയുന്നു. ബാലുവാണ് വണ്ടി ഓടിച്ചത് എന്ന് പറഞ്ഞ് തനിക്കെതിരെ 1,33,00,000 രൂപയുടെ ഒരു കേസ് അർജുൻ കൊടുത്തത് ഉണ്ണി എടുത്തു കാട്ടുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് സംഘത്തെ രക്ഷിക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചും CBI-യും ശ്രമിക്കുന്നത് എന്ന വളരെ ഗുരുതരമായ ആരോപണം ഉണ്ണി ഉന്നയിക്കുന്നു. നിയമപോരാട്ടത്തിൽ തങ്ങൾക്ക് കുടുംബത്തിന് ഒരു നീതിയും കിട്ടിയില്ല എന്ന് പറയുന്നു.